10ാം ക്ലാസ്സിലെ മാർച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷകർത്താവാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. പൂർണ്ണമായും കാണുക. ഒട്ടും കലർപ്പില്ലാതെ ഒട്ടും കള്ളത്തരമില്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ നമുക്കെല്ലാവർക്കും വളരെ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ പരീക്ഷയെ നോക്കിക്കാണുന്നത്. 10 വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടണം എന്ന് ആഗ്രഹവുമുണ്ട്. കാരണം നമുക്ക് തുടർന്ന് +1 നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കൂളിൽ സയൻസ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രൂപ്പാണ് നമുക്ക് എടുക്കേണ്ടത് എങ്കിൽ നമുക്ക് അവിടെ കൃത്യമായ ഒരു മാർക്ക് വാങ്ങേണ്ടതുണ്ട്, കൃത്യമായ ഗ്രേഡ് കിട്ടേണ്ടതുണ്ട്. ഫുൾ A+ വാങ്ങിയാൽ കുടുംബത്തിലും നാട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങാൻ പോകേണ്ടതാണ് നമ്മൾക്ക്. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു കുറവ് വന്നു പോയാൽ 10A+ എന്നുള്ളത് 9A+ഓ 8A+ഓ ആയാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത അവരെ രണ്ടാം കിടക്കാരായി തന്നെ കാണും. അങ്ങനെയാണെങ്കിൽ അതൊരു തെറ്റായ നടപടിയാണ് എന്നാണ് എനിക്കും എന്നെപ്പോലെയുള്ള അധ്യാപകർക്കും ഒക്കെ പറയാനുള്ളത്. കാരണം ഒരു A+ പോയതുകൊണ്ട് ഈ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഫുൾ A+ കിട്ടിയത് കൊണ്ട് ഒരു പുതിയ ലോകം ഉണ്ടാവുന്നുമില്ല. പക്ഷേ ഫുൾ A+ വാങ്ങുന്ന ഫുൾ A+ എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ കേരളക്കരയിൽ മൊത്തം അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലാണോ ഫുൾ A+ എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ A+ വാങ്ങണം. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മൾ ഫുൾ A+ കിട്ടിയേ പറ്റൂ. അപ്പോൾ ഫുൾ A+ കിട്ടാൻ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഫുൾ A+ കിട്ടണം. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം, നമുക്ക് എന്താ തടസ്സം? ഫുൾ A+ കിട്ടാൻ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെയും തടസ്സം മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും എനിക്ക് മാത്സ് ഒരു പ്രശ്നമേ അല്ല എന്ന്. പക്ഷേ മാത്സ് എളുപ്പമാകുന്ന ഒരാളിനും മാത്സ് പരീക്ഷ പാടാവാറുണ്ട്. അപ്പോൾ മാത്സിൻ്റെ പ്രത്യേകത ഒരു എളുപ്പമാകുന്ന ഒരു കുട്ടിയെ കൂടി ആശയക്കുഴപ്പത്തിലാക്കി ചോദ്യങ്ങൾ സൃഷ്ടിക്കുവാൻ ചോദ്യകർത്താവിന് കഴിയും. എന്ന് പറഞ്ഞാൽ മാത്സ് പരീക്ഷയിൽ നിങ്ങൾ ഒരൊറ്റ ചോദ്യം പോലും കൃത്യമായി ഉത്തരം എഴുതരുത് എന്ന ധാരണയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഒരു മാത്സ് അധ്യാപകന് പറ്റും. പക്ഷേ നമ്മൾ ചില വർഷങ്ങളിൽ പറയാറുണ്ടല്ലോ മാത്സ് പരീക്ഷ ഭയങ്കര ടഫായിരുന്നു എന്ന്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായ അനാലിസിസോടുകൂടി കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാതെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുകയാണെങ്കിൽ ആവറേജ് സ്റ്റുഡൻറ്റിനെ പരിഗണിക്കാതെ കൺസിഡർ ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ നമ്മൾ ഫുൾ A+ നിന്നും നമ്മൾ താഴേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് മാത്സിൽ A+ കിട്ടിയാൽ നമുക്ക് തീർച്ചയായും ഫുൾ A+ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ഫിക്സ് ചെയ്യുന്നു, മാത്സിന് A+ വാങ്ങിയേ പറ്റൂ. മാത്സിന് ഫുൾ A+ വാങ്ങണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്സിന് ഫുൾ A+ വാങ്ങണമെങ്കിൽ മാത്സിലെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് എക്സാമിന് പടപടാന്ന് ചെയ്യാൻ പറ്റണം, വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഒരു ഡോക്ടർ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷനിൽ നമ്മളൊരു ഡോക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും ആ ഓപ്പറേഷന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയി അങ്ങനെയുള്ള ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. ഒരു കേസ് വന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഒരു കേസായി, അവിടെ ഏറ്റവും നല്ല ഒരു വക്കീലിനെ നമ്മൾ കാണും. അവിടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വക്കീലിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ, എക്സ്പീരിയൻസ്ഡ് വക്കീൽ. ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനെയാണ്. എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങളുടെ മാർക്കിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തി, ഇത് നിങ്ങളുടെ എൻ്റെ 25ാമത്തെ ബാച്ചാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതാൻ പോകുന്നത്. അക്കൂട്ടത്തിൽ നിങ്ങളും ഉണ്ട്. എൻ്റെ പൊന്നുപിള്ളേരെ, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ 25ാമത്തെ ചോദ്യപേപ്പറാണ് ഞാൻ ഇത്തവണ കാണാൻ പോകുന്നത്. 24 വർഷങ്ങളിലും എൻ്റെ മുന്നിലിരുന്ന് പഠിച്ച കുട്ടികളെ ഞാൻ എങ്ങനെയാണോ പരിശീലിപ്പിച്ചത് അതേപോലെ ഞാൻ നിങ്ങളെയും പരിശീലിപ്പിക്കുകയാണ്. ഈ അധ്യയന വർഷം എൻ്റെ പക്കലുള്ള ചോദ്യ സംഭരണ ശ്രേണിയിൽ നിന്നും നിങ്ങൾക്കും ചോദ്യങ്ങൾ ആസ്വദിക്കാം. എല്ലാ കുട്ടികളെയും, അതായത് മാത്സ് വളരെ പ്രയാസമുള്ള, ഡിവൈഡ് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാത്ത, മൾട്ടിപ്ലിക്കേഷനിൽ ഡൗട്ടുള്ള, ഡെസിമൽസ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത, ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് പോയിന്റ് മാറ്റേണ്ടത് എന്നുകൂടി അറിഞ്ഞുകൂടാത്ത കുട്ടികളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ദിവസങ്ങളിൽ എത്തുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് ഇതൊരു കോഴ്സായിട്ടാണ് നടത്തുന്നത്. മാത്സിൻ്റെ കോഴ്സാണ്.
നിങ്ങൾ ഒരിക്കലും ഇനി അങ്ങോട്ടുള്ള സ്കിപ്പ് ചെയ്യരുത്, വളരെ വ്യക്തമായി കേൾക്കണം. ഈ മാത്സിൻ്റെ കോഴ്സിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് മൊത്തം മാത്സിൻ്റെ ഫുൾ ക്ലാസ്സിന് വേണ്ടി 500 രൂപയാണ്. സർപ്രൈസ് കഴിഞ്ഞില്ല. ഈ 500 രൂപ കൊടുത്ത് ആദ്യത്തെ 100 കുട്ടികൾക്കാണ് 500 രൂപ ഫീസിൽ പഠിക്കാൻ കഴിയുന്നത്. ഈ കോഴ്സ് 500 രൂപയ്ക്ക് നിങ്ങൾ എടുത്താൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള A+ നേടാൻ സഹായിക്കുന്ന അത്രയും മാത്സ് എങ്ങനെ എടുക്കുന്നോ അത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ 3 വിഷയം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നു. അതായത് 4 വിഷയങ്ങളുടെ 4 വിഷയങ്ങൾക്കുള്ള A+ നമുക്ക് ചെറിയൊരു ഫീസിൽ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ചോദിക്കും, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് സാർ മാത്സ്, സയൻസ് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് പറയേണ്ട, കാരണം നിങ്ങൾക്ക് A+ കിട്ടിയിരിക്കും. ഇത് വെറും ഒരു പരസ്യവാചകമോ ഒരു മോഹന വാഗ്ദാനമോ ഒന്നുമല്ല. ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉറപ്പാണ്. ഈ ഉറപ്പ് ഒരു സുപ്രഭാതത്തിൽ വന്ന പൊട്ടിമുളച്ച ഒരു അധ്യാപകന് പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയങ്ങൾക്ക് A+ കിട്ടിയിരിക്കും. ആദ്യത്തെ 100 കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. ചെറിയ ഫീസാണ് വാങ്ങുന്നത്. ഇതൊരു ഫീസായിട്ട് ഒരിക്കലും നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. നിങ്ങൾ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരത്തെ കൂട്ടി പ്രവചിച്ച് അറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരം പോലെ ഒരു പൂ പറിക്കുന്നത് പോലെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ കഴിയും. ഇതെൻ്റെ ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് തരും 4 A+കൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിലെ A+. അതായത് അടുത്ത വർഷം +1 പോകുമ്പോൾ നിങ്ങൾക്ക് ഈ 4 വിഷയങ്ങളും സയൻസ് ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ 90% കുട്ടികളും അടുത്ത വർഷം സെലക്ട് ചെയ്യുന്നത് സയൻസ് ഗ്രൂപ്പാണ്. ബയോളജി സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും ആ സ്ട്രീം ആയിരിക്കും തിരഞ്ഞെടുക്കുക. അവർക്ക് ഈ 4 വിഷയങ്ങളുടെയും A+ കിട്ടിയോ എന്ന് ആ സ്കൂൾ അധികൃതർ, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏകജാലകത്തിലൂടെ അവർ നോക്കും. അപ്പോൾ അവിടെ ഈ 4 വിഷയങ്ങളുടെയും A+ മുഴച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരം. ഒരിക്കലും ഇത് തട്ടിക്കളയരുത്. നമുക്ക് മാർച്ചിലെ പരീക്ഷയിൽ A+ നേടണം. നേടിയിരിക്കും. ഞാൻ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ആദ്യത്തെ 100 പേർക്കാണ് 500 രൂപയ്ക്ക് ഈ 4 കോഴ്സും ഈ 4 ക്ലാസ്സുകളും കിട്ടുക. യൂട്യൂബിലും ഇതിൻ്റെ സമാന്തരമായ ക്ലാസ്സുകൾ ഉണ്ടാവും. വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ആപ്പിലൂടെയാണ് തരുന്നത്. എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ കിട്ടുന്നത്, മറ്റുള്ള ഡീറ്റെയിൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. അതുപോലെ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നിങ്ങളുടെ പേരും മറ്റുള്ള ഡീറ്റെയിൽ ഇടുക. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ടാവും. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ വളരെ ഗംഭീരമായി, വളരെ ഈസിയായി, വളരെ രസകരമായി ആസ്വദിച്ച് നമുക്ക് പഠിക്കാം. നമുക്കൊരു ഫുൾ A+ നേടാം. അപ്പോൾ എല്ലാവരും ഹാജ സാറിനോടൊപ്പം കൂടുക. ഹാജാസ് ട്യൂഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാവിധ ഗൈഡൻസും എല്ലാ മോട്ടിവേഷനും നിങ്ങൾക്ക് തരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.